ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചട്ടിക്കുളങ്ങര അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എന്നൊക്കെ ഐതിഹ്യമുള്ള സാധനമാണ് കൊഞ്ചുമാങ്ങ. അപ്പോൾ ഈ ഒരു കൊഞ്ചുമാങ്ങ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് നല്ല കിഡിലനായിട്ട് കഴിക്കാൻ പറ്റും. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണക്കക്കൊഞ്ച് മാങ്ങയും. ഈ ഉണക്കക്കൊഞ്ച് വാങ്ങി പല ട്രിപ്പ് കഴുകി വൃത്തിയാക്കി ലാസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ ഉണക്കക്കൊഞ്ചിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ കാണും. ഇത്രയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. ശേഷം മാങ്ങ നന്നായിട്ട് അരിഞ്ഞ് അതും നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. പിന്നെ നമ്മൾ ജാറിനകത്ത് കുറച്ച് കൊച്ചുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. എത്ര കൊച്ചുള്ളി എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി കൂടെ ടേസ്റ്റ്, ആ കൊച്ചുള്ളിയുടെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. പിന്നെ നമ്മൾ 3 പിടി തേങ്ങ ഇട്ടു. 3 പിടി തേങ്ങ ഇട്ട കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഞ്ചിൻ്റെ അളവനുസരിച്ചാണേ. അപ്പം നമ്മൾ 3 പിടി തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ പൊടി വകകൾ നമ്മൾ ജാറിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കും. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് എരിവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് 3 നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്തത്. പിന്നെ ഉലുവ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്ത് ആദ്യം നമ്മൾ കൊഞ്ച് വാരി അതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ. നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കൊഞ്ച് വെള്ളത്തിൽ നിന്ന് മാറ്റി നമ്മൾ ചട്ടിയിലോട്ട് ആക്കി കൊടുക്കുവാണ്. മൊത്തം കൊഞ്ചും അതിനകത്ത് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്യണം കേട്ടോ. പച്ചമുളക് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടമുളകാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ അല്ലേ ഉണ്ടമുളക്, നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും എന്ന് വെച്ച് നമ്മൾ ഉണ്ടമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു കറിവേപ്പിലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നു. അതിന് ശേഷം നമ്മുടെ മാങ്ങയും കൊഞ്ചും മുളകും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ നമ്മുടെ ചട്ടിക്കകത്തോട്ട് അരിഞ്ഞിട്ട് നമ്മൾ ആ അരച്ച് വെച്ച മിക്സും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പക്ക ഡ്രൈ ആയിട്ടുള്ളവർക്ക് വെള്ളം ചേർക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആ ജാറിനകത്തുള്ള കുറച്ച് അംശങ്ങളൊക്കെ വെച്ചിട്ട് ഇച്ചിരി ഒരു വെള്ളമൊക്കെ ചേർത്ത്, ഒരുപാടല്ല, കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ആ ജാറിൽ ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമ്മളിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്ന് വെച്ചാൽ കടുക് വറുക്കണം കേട്ടോ. അപ്പോൾ ചട്ടി കഴുകി നമ്മൾ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകറിയുടെ മിക്സ്. ഓക്കെ, ഇനി നമ്മളിത് അടുപ്പിനകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തു. കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞ് നമ്മൾ മൂപ്പിക്കുവാണ് കേട്ടോ. അടുപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം എന്നല്ല, ഒന്ന് മൂക്കാറ് ആവുമ്പോഴത്തേക്ക് നമ്മൾ വറ്റൽ മുളകും കൂടി ഇട്ട് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കൊച്ചുള്ളി മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മീൻകറിയുടെ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കുന്നുള്ളൂ. ചിലരെന്ന് പറഞ്ഞാൽ തോരൻ ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കാണ്ട് ആ മിക്സ് ഉണ്ടല്ലോ, മിക്സിയിൽ അരച്ച സാധനം ഡയറക്റ്റ് ഇതിൽ ചേർത്ത് വറുത്തതിന് ശേഷം ഉണക്കക്കൊഞ്ച് മാങ്ങയിട്ട് വേവിക്കുന്നവരുണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച്. നമ്മളുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വഴട്ടിയെടുത്തതിന് ശേഷം ഇത് മൂത്തു എന്ന് കൺഫേം ആവുന്നത് വരെ നമ്മളിങ്ങനെ അടുപ്പിൽ തന്നെ വച്ചിരിക്കുകയാണ്. കളർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷം നമ്മൾ ആ മിക്സ് എടുത്തതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇനി ഒഴിച്ച് ഒന്ന് ഇളക്കി പിന്നെ ഉപ്പ് പൊടി ചേർക്കുക. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തത്. അത് ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളൂ. ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുവാണ്. ചിലപ്പോൾ ഒന്ന് അടുപ്പി വെച്ചിരിക്കില്ല. അപ്പോൾ ഇപ്പം തന്നെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചെറിയ വാട്ടർ കണ്ടന്റ് നിങ്ങൾക്ക് കാണാം. ചാറ് വേണമെന്നുള്ളവർക്ക് ഇത് ഇവിടം വെച്ച് തന്നെ നിർത്താം. നമ്മൾ കുറച്ചുകൂടി ഇത്തിരി വിറകടുപ്പിലിട്ട് വെക്കുവാണ്. ഒന്നുകൂടെ ഒന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെച്ചു ഇത്രയും വലിയ തീ വേണ്ട, ഈ തീയിൽ കിടന്ന് ഇനി അങ്ങ് പറ്റാമെന്ന് വിചാരിച്ച് വലിയ കഷ്ണം എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. മാറ്റി വെച്ചിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോഴും കുറച്ച് വെള്ളാംശമുണ്ട്. പിന്നെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട, അവിടെ തന്നെ വച്ചേക്കാമെന്ന് വിചാരിച്ചു. കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വറ്റി വരും കേട്ടോ. ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയതാ മൊത്തം കാണാത്തത്. ഇപ്പോൾ കാണാമല്ലോ അല്ലേ. അപ്പോൾ സംഭവം നല്ല വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ഒറ്റ കറി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണക്കക്കൊഞ്ചും മാങ്ങയും കണ്ടാൽ വിടാതെ വാങ്ങിക്കോ, എന്നിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിക്കോ. ഓക്കെ, ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ആ മുളകും മാങ്ങയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല കിടിലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.